നമസ്കാരം. ഈ വാർത്താ ദിവസത്തെ 20 വളരെ പ്രധാനപ്പെട്ട വാർത്തകളുമായി 2020 തുടങ്ങുന്നു. ആദ്യം തലക്കെട്ടുകൾ. കളിയിക്കാവിള കൊലപാതക കേസ് പ്രതി അമ്പിളിയെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. കേസിൽ കൂടുതൽ തെളിവുകൾ പുറത്ത്. ദീപുവിനെ കൊല്ലാൻ ഉപയോഗിച്ച കട്ടർ ബ്ലേഡ് കണ്ടെത്തിയത് പ്രതിയുടെ മലയത്തെ വീടിനടുത്തുള്ള തോട്ടിൽ നിന്ന്. കൊന്നത് പണം തട്ടാനെന്ന പോലീസ് നിഗമനം. കൊലപാതക ആസൂത്രണം നടത്തിയത് അമ്പിളിയും സുനിലും ചേർന്ന്. നീറ്റ് വിഷയത്തിൽ കടുപ്പിച്ച് പ്രതിപക്ഷം. നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ ഇന്ത്യ സഖ്യം. വിഷയം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ അവതരിപ്പിക്കും. ചർച്ച ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ നോട്ടീസ് നൽകും. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോട് വിശദീകരണം തേടി സുപ്രീം കോടതി. നടപടി OMR ഷീറ്റുകളിലെ മാർക്കിൽ പൊരുത്തക്കേട് കണ്ടെത്തിയതിൽ സൈലം ലേണിംഗ് നൽകിയ ഹർജിയിൽ. ചോദ്യപേപ്പർ ചോർച്ചയിൽ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി CBI. അറസ്റ്റിലായത് പാറ്റ്നയിൽ നിന്ന് 2 പേർ. സംസ്ഥാനത്ത് ദുരിതപ്പെയ്ത്ത്. കനത്ത മഴയിൽ കരകവിഞ്ഞ് പുഴകൾ. ഡാമുകളിലെ ജലനിരപ്പ് ഉയരുന്നു. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ. നിറഞ്ഞൊഴുകി അതിരപ്പള്ളി വെള്ളച്ചാട്ടം. കോഴിക്കോട് ഒളവണ്ണയിൽ യുവാവ് വെള്ളത്തിൽ വീണ് മരിച്ചു. കാസർഗോഡ് മൂന്നാംകടവ് കുവാരയിൽ ഉരുൾപൊട്ടൽ. കോഴിക്കോട് സൗത്ത് ബീച്ചിൽ കടലാക്രമണം. 15 വീടുകളിൽ വെള്ളം കയറി. തൃശൂരിലും ആലപ്പുഴയിലും കടൽക്ഷോഭം ശക്തം. EP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് ശുപാർശ ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുമായി ആഭ്യന്തര വകുപ്പ്. പ്രതികളെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ സൂപ്രണ്ടിന് സസ്പെൻഷൻ. 3 ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത് മുഖ്യമന്ത്രിയുടെ ഉത്തരവ്. ജയിൽ ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ സർക്കാരിന്റെ മുഖം രക്ഷിക്കൽ നടപടിയെന്ന് KK രമ. ശിക്ഷാ ഇളവിനായി പ്രതികളെ ഉൾപ്പെടുത്തിയത് ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണെന്നും രമ. 2022 പ്രിസൺ ആക്ട് ഭേദഗതി TP കേസ് പ്രതികൾക്ക് വേണ്ടിയെന്ന് പ്രതിപക്ഷ നേതാവ്. പ്രതികളുടെ ശിക്ഷാ ഇളവ് സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ലെന്ന് MP രാജേഷിന്റെ മറുപടി. ഹൈക്കോടതി ഉത്തരവുള്ളതിനാൽ പ്രതികൾക്ക് ഇളവില്ലെന്നും വിശദീകരണം. മനു തോമസ് വിഷയത്തിൽ വാക്പോര് ശക്തം. മനുവിനെതിരെ ഭീഷണിയുമായി ആകാശ് തിലങ്കേരി. പാർട്ടിക്കെതിരെ എന്തും പറയാമെന്ന് കരുതേണ്ട. ആർക്കും സംരക്ഷിക്കാനാകില്ലെന്ന് ആകാശിന്റെ ഫേസ്ബുക്ക് കമന്റ്. P ജയരാജനെ സംവാദത്തിന് ക്ഷണിച്ചപ്പോൾ വന്നത് കൊട്ടേഷൻ സംഘ നേതാക്കളെന്ന് മനു തോമസ്. TP ചന്ദ്രശേഖരൻ വധവും ഷുഹൈബ് വധവും വിപ്ലവമായിരുന്നില്ല, വൈകൃതമായിരുന്നുവെന്നും മനു. ചരിത്രം കുറിക്കാൻ ISRO. ചന്ദ്രയാൻ 4 ദൗത്യത്തിനൊപ്പം പുതിയ പരീക്ഷണം. പേടകത്തിന്റെ ഭാഗങ്ങൾ വിക്ഷേപിക്കുക 2 തവണയായി. ഭാഗങ്ങൾ ബഹിരാകാശത്ത് വച്ച് യോജിപ്പിച്ച് ചന്ദ്രനിലേക്കുള്ള യാത്ര തുടരുമെന്നും ISRO മേധാവി S സോമനാഥ്. സംസ്ഥാന വ്യാപകമായി റെസ്റ്റോറന്റുകളിൽ GST പരിശോധന. മിന്നൽ റെയ്ഡ്. നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ പരിശോധന 42 കേന്ദ്രങ്ങളിൽ. ചരിത്രത്തിൽ ഏറ്റവും വലിയ വളർച്ച നേരിടുന്ന ഒരു കാലമാണ് എന്ന അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാറേ ഒന്നും ആയില്ല സാർ. 30 മിനിറ്റായി. ഇനി അതിനപ്പുറത്ത് സാറേ 30 സാർ. നേരത്തെ കട്ട് ചെയ്ത് നേരത്തെ സാറേ 15 ആയുള്ളൂ. നിങ്ങൾ ഈൽഡ് ചെയ്തപ്പം കട്ട് ചെയ്യുന്നു. അങ്ങനെ പറ്റില്ല. പ്ലീസ് 15 ആയുള്ളൂ. പ്ലീസ്. ഞാൻ പറഞ്ഞു ഇനി അധികം പറയാൻ പോയി കഴിഞ്ഞാൽ ശരിയാവും. അങ്ങ് പറഞ്ഞ കുറേ പോയിന്റ് ഞാൻ കേട്ട് മടുത്താണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ സെഷനിൽ തന്നെ. സാർ ഞാൻ ബാക്കി പറയാനെല്ലാം കുറെ കേട്ടു. സാർ ഇതിനകത്ത് അങ്ങ് മനസ്സിലാക്കേണ്ടത്
ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാനെ കളിയാക്കി സ്പീക്കർ എൻ ഷംസീർ. പറയുന്ന പല കാര്യങ്ങളും കേട്ട് മടുത്തു. പ്രതിപക്ഷത്തിരിക്കുന്നവരും ഇത് കേൾക്കുകയല്ലേ എന്നും കളിയാക്കൽ. T20 ലോകകപ്പ് സെമി ഫൈനൽ വൈകുന്നു. മഴ കാരണം ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരത്തിന് ടോസ് ഇടാനായില്ല. മത്സരം തുടങ്ങേണ്ടിയിരുന്നത് 8 മണിക്ക്. ആദ്യ സെമിയിൽ അഫ്ഗാനെ തകർത്ത് ദക്ഷിണാഫ്രിക്ക ഫൈനലിൽ.